മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ച് വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ഒരു സർക്കാർ വഖഫ് സ്വത്തും സമുദായ അവകാശവും സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരു മുന്നണി. ഇപ്പോൾ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ ബി.ജെ.പി. നേതാവ് കോടതിയിലെത്തിയപ്പോൾ കണ്ണും പൂട്ടി സർക്കാർ അവർക്കൊപ്പം നിന്നു, അതായത് ബി.ജെ.പിക്കൊപ്പം. ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ എതിർപ്പില്ല, അത്ര തന്നെ. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജാണ് ഹർജി നൽകിയത്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം. കോടതിയിൽ ഇതിനെ ശക്തമായി എതിർക്കേണ്ട സർക്കാർ പുതിയ നിയമപ്രകാരം ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ എതിർപ്പില്ലെന്നാണ് അറിയിച്ചത്. കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ കോൺഗ്രസും മുസ്ലിം ലീഗും വലിയ പ്രതിഷേധത്തിലായിരുന്നു. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ നിർബന്ധമായി ഉൾപ്പെടുത്തുന്നതിനെ എതിർത്തു. നിയമത്തിനെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ അതേ വ്യവസ്ഥ നടപ്പാക്കുന്നതിൽ ഒരു എതിർപ്പുമില്ലെന്ന് കോടതിയെ അറിയിച്ചു. ഭരണം കിട്ടിയപ്പോൾ നിലപാട് മാറി. അന്ന് അത് കരിനിയമമായിരുന്നു, ഇന്ന് നടപ്പാക്കാവുന്ന നിയമം. അന്ന് സമുദായത്തിന്റെ അവകാശം, ഇന്ന് കോടതിയിലെ ഒരു നിലപാട് മാറ്റം മാത്രം. ഇതിനെക്കുറിച്ച് മന്ത്രിയോട് ചോദിച്ചപ്പോൾ, അതായത് ലീഗ് മന്ത്രി എൻ ഷംസുദ്ദീനോട് ചോദിച്ചപ്പോൾ കുറ്റം പഴയ സർക്കാരിന്. ഹർജി നൽകിയത് പഴയ സർക്കാരല്ല. കോടതിയിൽ മറുപടി പറഞ്ഞത് പഴയ സർക്കാരല്ല. ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് അറിയിച്ചതും പഴയ സർക്കാരല്ല. എന്നിട്ടും കുറ്റം പഴയ സർക്കാരിന്. വളരെ സൗകര്യപ്രദമായ രാഷ്ട്രീയം. വോട്ട് ചോദിക്കുമ്പോൾ മുസ്ലിം ലീഗിനൊപ്പം, തീരുമാനമെടുക്കുമ്പോൾ ബി.ജെ.പിക്കൊപ്പം. ചോദ്യം വന്നാൽ പഴയ സർക്കാരിന്റെ തലയിൽ. മുൻ സർക്കാർ എന്തുകൊണ്ട് 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയില്ലെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. അതിന് മറുപടി വളരെ ലളിതമാണ്. ഉൾപ്പെടുത്താതിരിക്കുക എന്നതായിരുന്നു മുൻ സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട്. പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട് എന്താണ്? അതാണല്ലോ ചോദ്യം. ബി.ജെ.പി. നേതാവിന്റെ ആവശ്യം അംഗീകരിക്കാമെന്ന് കോടതിയിൽ പറഞ്ഞ ശേഷം പഴയ സർക്കാർ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത് മറുപടിയല്ല, വിഷയത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. അതുകൊണ്ടാണ് ഹർജിക്കാരനും സർക്കാരും തമ്മിൽ ഒത്തുകളിയാണെന്ന ആരോപണമുയരുന്നത്. വഖഫ് ഭേദഗതിക്കെതിരെ തെരുവിൽ പ്രസംഗിച്ചവർ ഭരണത്തിലെത്തിയപ്പോൾ അതേ ഭേദഗതിക്ക് വഴിയൊരുക്കുകയാണ്. ഇതൊരു സാധാരണ നിലപാട് മാറ്റമല്ല, സ്വന്തം വോട്ടർമാരോടുള്ള വഞ്ചനയാണ്. ഇതിനെ മലക്കം മറിച്ചിൽ എന്ന് വിളിക്കരുത്, ഭരണത്തിലെത്തിയതിനു ശേഷമുള്ള നയപരിഷ്കാരം എന്ന് വേണം വിളിക്കാൻ. മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ച് വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ഒരു സർക്കാർ വഖഫ് സ്വത്തും സമുദായ അവകാശവും സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരു മുന്നണി. ഇപ്പോൾ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ ബി.ജെ.പി. നേതാവ് കോടതിയിലെത്തിയപ്പോൾ കണ്ണും പൂട്ടി സർക്കാർ അവർക്കൊപ്പം നിന്നു, അതായത് ബി.ജെ.പിക്കൊപ്പം. ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ എതിർപ്പില്ല, അത്ര തന്നെ. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജാണ് ഹർജി നൽകിയത്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം. കോടതിയിൽ ഇതിനെ ശക്തമായി എതിർക്കേണ്ട സർക്കാർ പുതിയ നിയമപ്രകാരം ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ എതിർപ്പില്ലെന്നാണ് അറിയിച്ചത്. കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ കോൺഗ്രസും മുസ്ലിം ലീഗും വലിയ പ്രതിഷേധത്തിലായിരുന്നു. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ നിർബന്ധമായി ഉൾപ്പെടുത്തുന്നതിനെ എതിർത്തു. നിയമത്തിനെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ